നമസ്കാരം. സ്ത്രീ അബലയല്ല, പ്രതികരണശേഷിയുടെ മൂർത്തരൂപമാണ്. ഈ അഴിച്ചിട്ടപ്പടിയുമായി ദ്രൗപദിയെ പോലെ എന്നും എക്കാലവും എല്ലാ പുരുഷാധികാരത്തിന്റെയും എല്ലാ അധർമ്മങ്ങളുടെയും എല്ലാ യുദ്ധങ്ങളുടെയും കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ കാത്തിരിക്കും അവസാനത്തെ ദുശാസനം അവസാനിക്കും വരെ. സ്ത്രീ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, ചരിത്രങ്ങളിൽ, കഥകളിൽ, കവിതകളിൽ, ഭൂമിയിൽ എന്തിന് സ്വർഗത്തിൽ പോലും ദുരിതങ്ങൾ ഏറ്റുവാങ്ങാനായി വിധിക്കപ്പെട്ടവൾ. അഷ്ടൈശ്വര്യങ്ങളും അതുല്യ പരാക്രമണിയുമായ സഹോദരങ്ങളെ, ചൂതുകളിൽ നഷ്ടമായി പാണ്ഡവരാജനായ യുധിഷ്ഠിര, നിങ്ങൾക്കിവിടെ വീണ്ടെടുക്കണ്ടേ? പണയം വെക്കാൻ ഇനിയുമുണ്ടല്ലോ നിങ്ങളുടെ ധർമ്മപത്നി ദ്രൗപദി. ഈ ശക്തി നിങ്ങൾക്കൊരിക്കൽ കൂടി ചൂതുകളുടെ മാതൃക വിദ്യകൾ കാട്ടിത്തരാം. കൃഷ്ണ ഭഗവാനെ, കൗരവാസ്ഥാനെ കണ്ണം മൂടിക്കിട്ടിയ സദാചാരമോ നിന്റെ മുന്നിൽ നിരാലംബയായ സ്ത്രീ അപമാനിതയാകുന്നത് അങ്ങ് കാണുന്നില്ലേ? എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ദുശാസന, നിന്റെ ഹൃദയരക്തത്തിൽ കൈമുക്കി എന്റെ അഴിഞ്ഞു വീണ കാർമുകൾ കെട്ടിവെക്കുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും. അന്തശക്തിയോട് അല്ല ഭാര്യ ചേർത്ത് വിറ്റുപണി ചെയ്യുക. ഒരു സ്ത്രീയെ ബലി കൊടുത്തിട്ടാണെങ്കിലും കാര്യങ്ങൾ പൂർത്തിയാക്കാം. നിങ്ങൾ ആരും കരയണ്ട. ചാച്ചനെ ധിക്കരിക്കാൻ നമുക്ക് ആവില്ലല്ലോ. എന്നെ ചേർത്ത് പറ്റിപ്പെടുന്നോളും. പക്ഷെ എന്റെ കുഞ്ഞു കരയുമ്പോൾ എനിക്ക് അവളെ വാരിയെടുത്ത് മുലവെട്ടണം. നിങ്ങൾ എന്റെ മാറും ഇരു കൈകളും മൂടരുത്. അമ്മയുടെ അവകാശം നിഷേധിച്ച് കളയലെ തമ്പുരാക്കന്മാരെ. മതാലസ കാമം കാട്ടി പുരുഷന്മാരെ പ്രലോഭിക്കുന്ന കാമരൂപിണി, നിന്റെ മാർഗം നോക്കും. ഞാൻ ഇത് ആരിനെ കെട്ടുന്നു? അയ്യോ പ്രഭു, രാക്ഷസകുല ജാതിയാണെങ്കിലും ഞാനും ഒരു പെണ്ണല്ലേ. പ്രണയിച്ച് പുരുഷനൊന്ന് ജീവിച്ച് ഒരു കുഞ്ഞിനെ നൊന്ന് പ്രസവിക്കുവാനും അതിനെ മുന്നോട്ടുവാനും ഞാനും ആഗ്രഹിക്കുന്നത്. എന്താണ് തെറ്റ്? ഹേ രാമ, പുരുഷാധികാരത്തിന്റെയും പുരുഷഗർഭത്തിന്റെയും പുരുഷ ശക്തിക്കും മുന്നിൽ ഒരു കാട്ടുപെണ്ണിന്റെ നിസ്സഹായത, മാതൃത്വം നിഷേധിക്കപ്പെട്ട കാട്ടാളെ. നിങ്ങൾക്കറിയും, 1-2 ദിവസം 40 ദിവസം എന്റെ പൊന്നു മോളെ കാണാതെ, അവൾ എവിടെയാണെന്ന് അറിയാതെ ഞാൻ അനുഭവിച്ച വേദന അറിയാൻ എനിക്ക്. ഒടുവിൽ 43-ാം ദിവസം കീഴി പറഞ്ഞൊരു പഴ മുഴുവൻ എന്റെ മോളെ എനിക്ക് തിരികെ കിട്ടി. ഏതെങ്കിലും ഒരോടെ ജീർണം കൂടി കിടന്നില്ലല്ലോ എന്റെ കുട്ടി. എല്ലായിടത്തും എവിടെ അവരുണ്ട്? റോഡിൽ, ബസ് സ്റ്റാൻഡിൽ, ആളിന്റെ കമ്പാർട്ട്മെന്റ്. ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനക്കുണ്ണ വേണം. വാ വാ വാടി. சத்தம் போடாத. இங்க உன்னை காப்பாத்துக்க யாருமே இல்லை. வா வா வாடி. ஐயோ என்ன செய்யல? മോളെ മോളെ കണ്ണുള്ള സമയം നോക്കിക്കോളെ. അയ്യോ എന്തിനാ ഇന്നും എന്നും ഒന്നുപോലെ ആയിരിക്കില്ല. വേട്ടനായകളുടെ പല്ലിൽ നിന്നും വിണ്ടുകയറിയ നെഞ്ചുമായി അവൾ ഉയർത്തെഴുന്നേക്കും പുരുഷാധികാരത്തിന്റെ ഭരണ സമസ്യകൾ തിരുത്തി കുറിക്കുവാൻ. നന്ദി, നമസ്കാരം.